മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. സ്വർണം വാങ്ങുന്നത് നിയന്ത്രിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. സ്വർണം, വെള്ളി ഉൾപ്പെടെ വില കൂടിയ ലോഹങ്ങളുടെ ഇറക്കുമതി തീരുവ ഉയർത്തി. തീരുവ 10% ഉയർത്തിയത്. ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യ തകർച്ച തടയാനാണ് ഈ നടപടി. വിഷ്ണുപ്രസാദ് ഈ വാർത്തയുടെ കൂടി വിവരങ്ങൾ നൽകും. വിഷ്ണു, ഇപ്പോൾ നമ്മൾ അസംസ്കൃത എണ്ണ വാങ്ങുകയാണെങ്കിലും സ്വർണം വാങ്ങുകയാണെങ്കിലും നമ്മൾ പകരം നൽകേണ്ടത്, പണമായി നൽകേണ്ടത് ഡോളറിലാണ്. അപ്പോൾ ഡോളർ വലിയ രീതിയിൽ പോകുമ്പോൾ നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിന് തോത് കുറയും. ഇതുകൊണ്ടാണ് ഒരു വർഷത്തേക്കെങ്കിലും നിങ്ങൾ സ്വർണം വാങ്ങുന്നത് പരമാവധി കുറയ്ക്കണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. അതും കടന്നൊരു നടപടിയിലേക്ക് ഇപ്പോൾ കേന്ദ്രം പോവുകയാണോ? തീർച്ചയായും. കാരണം ഇപ്പോഴുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നമ്മളുടെ കരുതൽ ശേഖരത്തിൽ നിന്ന് ഡോളറുകൾ കൂടുതൽ ചിലവഴിക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ കൂടുതൽ വിദേശത്തു നിന്ന് വാങ്ങൽ ശേഷി കൂട്ടുകയാണെങ്കിലും സ്വാഭാവികമായും മൂല്യച്യുതി സംഭവിക്കാൻ പോകുന്നത് രൂപയ്ക്കാണ്. രൂപ ഇപ്പോൾ തന്നെ ഡോളറിനോടുള്ള വിനിമയ നിരക്കിൽ വലിയ ഇടിവ് അതിൻ്റെ മൂല്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാനാണ് ഇപ്പോൾ അസാധാരണ ഗസറ്റിലൂടെ ഇത്തരത്തിലൊരു നിയന്ത്രണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ 6% ഇറക്കുമതി തീരുവ, ഇപ്പോൾ 10% കസ്റ്റംസ് തീരുവയും അതോടൊപ്പം തന്നെ 5% അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ്സും ഏർപ്പെടുത്തി. അങ്ങനെ ആകെ 15% ഇപ്പോൾ വർധന വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് വരും ദിവസങ്ങളിൽ, ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി തന്നെ നമ്മളുടെ രാജ്യത്ത് സ്വർണ്ണവിലയിൽ വലിയ മാറ്റം സൃഷ്ടിച്ചേക്കാം. ഇപ്പോൾ തന്നെ സ്വർണ്ണവില റെക്കോർഡ് വേഗതയിലാണ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെസ്സും കൂടി ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും സ്വർണം എന്ന് പറയുന്നത് അതീവ വില കൂടിയ ഒരു വസ്തുവായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വേഗത്തിലായിരിക്കും. ഇനി സ്വർണത്തിന് മാത്രമല്ല, വിദേശത്ത് നിന്ന് നമ്മൾ വാങ്ങുന്ന വില കൂടിയ എല്ലാ ലോഹങ്ങളും, ഷെഡ്യൂൾ 200 ഉൾപ്പെട്ട എല്ലാ ലോഹങ്ങൾക്കും ഇത്തരത്തിൽ ഈ ഇറക്കുമതിയിൽ വില കൂടുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.